ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു കല്ലുമ്മക്കായ കറിയും കളർഫുള്ളായിട്ടുള്ള ഒരു പുട്ടുമായിട്ടാണ്. എന്നാൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ കല്ലുമ്മക്കായ കറി ഉണ്ടാക്കാനായി ഒരു 30ഓളം കല്ലുമ്മക്കായ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്നെടുത്ത് ഇതിൻ്റെ വര നോക്കി ഇതുപോലെ ഇങ്ങനെ കീറിയെടുക്കുക. ഞാൻ കല്ലുമ്മക്കായ വൃത്തിയാക്കുന്നതിൻ്റെ വീഡിയോ കല്ലുമ്മക്കായ പൊരിച്ചതിൻ്റെയിലൊക്കെ എടുത്തിരുന്നു. ഇതുപോലെ എടുത്ത് നമുക്കിതുപോലെ ക്ലീനാക്കി ഇതിൽ നിന്നും അടർത്തിയെടുത്ത് ഇതുപോലെ ഇതിനെ കൊണ്ട് തന്നെ ഇതുപോലെ ക്ലീനാക്കി ഇതിൻ്റെ ഇറച്ചി ഇങ്ങോട്ട് മാറ്റി എടുക്കുക. നമുക്കൊന്നുകൂടി ചെയ്തെടുക്കാം. അവിടെ കത്തി കൊണ്ടിങ്ങനെ കീറി ഇതുപോലെ ആക്കിയെടുത്ത് ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് വെച്ച് ഇതിങ്ങനെ ഇതുപോലെ ഇങ്ങനെ അതിൻ്റെ ഇറച്ചിയൊക്കെ ഇതുപോലെ എടുത്ത് മാറ്റിയെടുക്കണം. ഇതുപോലെയാണ് ഉണ്ടാവുക. 30 കല്ലുമ്മക്കായ കിട്ടിയ ഇറന്നെടുത്തതിൽ നിന്നും ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഇറന്നെടുത്താൽ അത്രയും ഇറച്ചി ഉണ്ടാവുകയുള്ളൂ. ഇത് നമുക്ക് കറി വെക്കാം. അതവിടെ മാറ്റി വെച്ചതിന് ശേഷം ഒരു പാത്രം എടുത്ത് വെക്കാം. അതിലേക്ക് കറി വെക്കാനുള്ള മഞ്ഞളും മുളകും ഒക്കെ ഇട്ട് കൊടുക്കാം. അതിനായി 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട്. പിന്നീട് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു ഇഞ്ചി നീളത്തിൽ ചതച്ച ഇഞ്ചിയാണ്. പിന്നെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് കുറച്ചധികം വേണം. പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു പഴുത്ത തക്കാളിയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു പുളിവെള്ളമാണ്. ഇതൊരു 1/4 കപ്പ് കാണും. 1/4 കപ്പ് പുളിവെള്ളം നമുക്ക് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു അരമുറി തേങ്ങയാണ്. അരമുറി തേങ്ങ ഞാൻ പകുതി അരച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകമാണ്. ജീരകം ഇതിന് മസ്റ്റായിട്ടും കല്ലുമ്മക്കായൊക്കെ ജീരകം മസ്റ്റായിട്ടും ചേർക്കേണ്ടതാണ്. ആ ജീരകം ഇട്ടതിന് ശേഷം ഒരിക്കലും കൂടി നല്ല സ്മൂത്ത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് കൊണ്ടുവരണം. ഇതിവിടെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഗ്രൈൻഡറിൽ അരച്ചെടുക്കുകയാണെങ്കിൽ കല്ലുമ്മക്കായ്ക്ക് ഏറ്റവും ബെസ്റ്റാണ്. എന്നാൽ ഈ അരവും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ കൈകൊണ്ട് തന്നെ ഇതിന് ഉപ്പും കൂടി ചേർക്കേണ്ടതുണ്ട്. ഉപ്പ് ഒരു 1.25 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഞരടിയെടുക്കാം. അരവടക്കം ഞരടിയെടുക്കണം. എടുത്ത് മിക്സീൻ്റെ ജാറ് കഴുകിയ വെള്ളവും കൂടി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ കറിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കല്ലുമ്മക്കായ നല്ലതുപോലെ വെന്ത് വരേണ്ടതാണ്. നല്ല വേവിച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ട് കുറച്ചധികം വേണം. ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് സ്റ്റൗ మీద വെച്ച് വേവിച്ചെടുക്കാം. നമുക്കിത് ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ കൂടി ഉപ്പ് ആവശ്യമുണ്ട്. അതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം. ഇത് സ്റ്റൗ మీద വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരണം. തിളച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ കല്ലുമ്മക്കായ ഇതിലേക്ക് ഇടാൻ പാടുള്ളൂ. കറി ഇവിടെ നല്ലതുപോലെ തിളച്ച് പൊങ്ങി വരുന്നുണ്ട്. നമുക്ക് തീ കുറച്ച് കൊടുക്കാം. ഇനി ഈ കല്ലുമ്മക്കായ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പും പുളിയും എരിവും ഒക്കെ ഉണ്ടോ എന്ന് നോക്കാം. അതുപോലെ പക്ഷേ ഉപ്പും പുളിയും ഒക്കെ കറക്റ്റാണ്. കുറച്ച് മുളക് ആവശ്യമുണ്ട്. 1/2 ടീസ്പൂൺ കൂടി നമുക്ക് മുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. മുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. കല്ലുമ്മക്കായ നല്ലതുപോലെ വെന്ത് വരാനുണ്ട്. ഈ കറിയിൽ മൊത്തത്തിൽ 1.25 ടീസ്പൂൺ ഉപ്പും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഞാൻ എടുത്തിട്ടുണ്ട്. കല്ലുമ്മക്കായ കറിയുടെ നല്ലതുപോലെ കുറുകി വരുന്നുണ്ട്. ഇനി തീ ഓഫാക്കി കൊടുക്കാം. ഇതുപോലെ മതി. ഇതിന് കുറച്ച് പുറത്തിരുന്ന് കൊള്ളുമ്പോൾ ഇനിയും കുറുകി വരും. ഗ്രേവി കറക്റ്റാണിത്. ഇനി ഇതിന് മെയിനായിട്ട് വേണ്ടത് ഒരു താളിപ്പ് കൊടുക്കാനുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ താളിച്ചൊഴിച്ച് കൊടുക്കണം. അതിനായി ഞാനൊരു ചീനച്ചട്ടി സ്റ്റൗ మీద വെച്ച് കൊടുത്തിട്ടുണ്ട്. ചീനച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഇതിന് ചെറിയ ഉള്ളിയാണ് മസ്റ്റായിട്ടും വേണ്ടത്. പക്ഷേ എൻ്റെ അടുത്ത് ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വലിയ ഉള്ളി ചെറുതായ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതുകൂടി ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് കട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് കറിക്കൊരു കളർ കിട്ടുവാൻ വേണ്ടി ഒരു നുള്ള് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് താളിച്ചൊഴിച്ച് കൊടുക്കാം.
ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അടിപൊളി കലമക്കായ തേങ്ങ അരച്ച് വെച്ച കറി ഇവിടെ റെഡിയാണ്. ഇനി ഇതിൻ്റെ കൂടെ ഞാനൊരു പുട്ടും കൂടി ഉണ്ടാക്കുന്നുണ്ട്. നല്ലൊരു കോമ്പിനേഷനാണ് കലമക്കായ കറിയും പുട്ടും. പുട്ടിൻ്റെ പൊടി കുഴച്ചെടുക്കാനായി ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അരക്കപ്പ് പുട്ടുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നീട് ഇതിനാവശ്യമായ വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം. ഇതിൽ നനച്ച് കൊടുക്കണം. പൊടി കുതിർന്ന് കിട്ടുവാൻ വേണ്ടി ഇതിവിടെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. മൂടിയിട്ട് മാറ്റി വെക്കാം. പുട്ടുപൊടി ഇവിടെ നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. ഈ പുട്ടുകുറ്റിയിലേക്ക് നിറച്ചെടുക്കാനായി ഞാൻ കുറച്ച് തേങ്ങ ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറ്റി എടുത്ത് വെക്കാം. അരിപ്പ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ആദ്യം തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പൊടിയിട്ട് കൊടുക്കാം. 2 പിടി പൊടി, ഒരു കഷ്ണം പുട്ടിന് 2 പിടി പൊടി കറക്റ്റാണ്. പിന്നെ അതുപോലെ തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നീട് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതേപോലെ പുട്ടിൻ്റെ അകത്ത് ക്യാരറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്, കഴിച്ചുകൊള്ളും. അതുപോലെ പൊടിയിട്ട് കൊടുക്കാം. 2 പിടി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് തേങ്ങ ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. പൊടിയിട്ട് കൊടുക്കാം. അതുപോലെ പൊടിയിട്ട് കൊടുത്ത് നമുക്ക് മുകളിൽ ക്യാരറ്റും തേങ്ങയും ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഇത് അര കപ്പ് പൊട്ടുപൊടിയാണ്. അര കപ്പ് പൊട്ടുപൊടിയിൽ ഈ ഒരു കുറ്റി പുട്ടിന് കറക്റ്റാണ്. 3 പുട്ടുണ്ടാവും. 3 കഷ്ണം പുട്ടാണ് ഇതിലേക്ക് ഉണ്ടാവുക. അതുപോലെ നമുക്കിനി ആവി കയറ്റിയെടുക്കാം. ആവി കയറ്റിയെടുക്കാനായി ഞാനൊരു പാത്രപ്പുട്ട് കുടം സ്റ്റൗ മീത വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് സ്റ്റൗ മീത വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മൂടിയിട്ട് കൊടുക്കാം. നമുക്ക് ഇനി ആവി വരട്ടെ. നല്ല കളർഫുൾ പുട്ട് ഇവിടെ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. തേങ്ങയില്ലെങ്കിലും ഇതുപോലെ ക്യാരറ്റ് വെച്ച് നമുക്ക് പുട്ടുണ്ടാക്കാം. നല്ല പുട്ട് ഇവിടെ റെഡിയാണ്. അതുപോലെ കലമക്കായ കറിയും ഇവിടെ റെഡിയാണ്. രണ്ടും നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ഫുഡാണിത്. എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കി തരുന്ന നല്ലൊരു നൊസ്റ്റാൾജിയ ഫുഡാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡാണ്. നല്ല ടേസ്റ്റാണിത് കഴിക്കുവാനും. എന്നാൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.